ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ട് പോകുന്നു. ഇത് ഞാൻ ഇന്നലെ ചെയ്ത വ്ളോഗാണ് കേട്ടോ. നമുക്കിത് എഡിറ്റാക്കാൻ പറ്റിയിട്ടില്ല, ഇപ്പോഴാണ് പറ്റിയത്. അങ്ങനെ ഇതാ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചണിലെത്തിയിരിക്കുന്നത്. അപ്പം കിച്ചണിലെത്തി ചായയും കടിയൊക്കെ ഉണ്ടാക്കണ മുമ്പേ നമ്മളെ കാക്കു ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒരു 7 മണിൻ്റെ മുമ്പിൽ എത്തിയിരുന്നു. അപ്പോൾ കാക്കു വന്നപ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങിച്ചിരുന്നു, പിന്നെ കുറച്ച് ബ്രെയിനും കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ രാവിലെ ചായക്കടിയിൽ നിന്ന് ഉണ്ടാക്കുന്നത് ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തിയൊക്കെ എന്താ പറയുക, പൊടിയൊക്കെ വാട്ടി പരത്തി വെച്ചിരിക്കണം. എന്നിട്ടാണ് ഞാൻ ബ്രെയിൻ റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിൽ ചില ഭാഗങ്ങൾ കട്ടായി പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ കൂട്ടുകാരൊക്കെ ഒന്ന് ക്ഷമിക്കുക. ഇഷ്ടപ്പെടണമെന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ. അപ്പം വീഡിയോക്ക് തീരെ ലൈക്കൊക്കെ കുറവാണ്. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. എന്നാലും നമുക്ക് വീഡിയോ ഒക്കെ ഇടാനൊരു എന്താ പറയുക, നല്ലൊരു ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. അപ്പം എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് തരാം. ഓക്കെ. അങ്ങനെ ഇതാ ഞാൻ ചപ്പാത്തിക്ക് കുറച്ച് ചട്ടിനി ഉണ്ടാക്കിയിരുന്നു, പിന്നെ ബ്രെയിൻ റോസ്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അതൊക്കെയാണ് രാവിലത്തെ പരിപാടി കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇതാ സുട്ടുവിനെ സ്കൂൾ പറഞ്ഞേക്കാൻ വേണ്ടി റെഡിയാക്കി ഇരുത്തിയിരിക്കണം. അപ്പോൾ സുട്ടുവിന് ഡയറി ചെയ്താണ്ട് കോപ്പി ചെയ്താണ്ട് മെച്ചെന്നൊക്കെ പറഞ്ഞാണ്ട് സുട്ടു അതൊക്കെ ചെയ്യണം, ഹോംവർക്കുകളൊക്കെ. രാത്രിയൊക്കെ പഠിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം കളിക്കാൻ പോകും സ്കൂൾ വിട്ടാൽ. പിന്നെ അത് കഴിഞ്ഞാൽ വന്നാൽ പിന്നെ അവനക്ക് ഉറക്കമൊക്കെ വരും. മദ്രസയിലൊക്കെ പോകാൻ വേണ്ടി നേരത്തെ നീക്കണതല്ലേ. അപ്പോൾ അത് കാരണം തലേ ദിവസം ഒന്നും ചെയ്യില്ല. വണ്ടി വരാനാകുമ്പോഴാണ് അവൻ്റെ ഹോംവർക്കും കാര്യമൊക്കെ ചെയ്യൽ. അങ്ങനെ ഇതാ റെഡിയായി ഞാൻ അവനെ വണ്ടി കയറ്റാൻ വേണ്ടി നമ്മളെ മുകൾക്ക് പോവുകയാണ്. അങ്ങനെ സുട്ടൂനൊക്കെ പറഞ്ഞു വെച്ച് വന്ന് ചായയുടെയൊക്കെ എല്ലായിടത്തും കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കേക്ക് ക്ലീനാക്കി ഞാൻ കുറച്ച് തിരുമ്പാനും പിടിച്ചാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കാക്കു വണ്ടിയിൽ നിന്ന് വരുമ്പം എന്താ പറയുക, നല്ല ചെളി വരുന്നുണ്ട് ഡ്രസ്സിക്കാരൻ. അപ്പോൾ നല്ല മല്ലാണ് കേട്ടോ അലക്കാൻ. അപ്പോൾ ഞാനത് സോപ്പ് പൊടിയിലൊക്കെ ഇട്ടിച്ച് എന്താ പറയുക, അതൊക്കെ ഒന്ന് അലക്കി വെയിൽ കണ്ടപ്പം പെട്ടെന്ന് അലക്കിയിട്ടതാണ്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ നേരത്തെ അലക്കൽ കഴിക്കൂട്ടോ. അതിൻ്റെ ശേഷമാണ് ചോറും കറിയൊക്കെ ഉണ്ടാക്കിയത്. ചോറ് പിന്നെ നേരത്തെ തന്നെ ആകും കേട്ടോ. സുട്ടൂനൊക്കെ ഉണ്ടാവും വേണ്ടിങ്ങാണ്ട് ചിലപ്പോൾ കൊണ്ടുപോകും, ചിലപ്പോൾ കൊണ്ടുപോകില്ല. പിന്നെ പോകുമ്പോൾ ചിലപ്പം കുറച്ച് കഴിച്ചിട്ടൊക്കെയാണ് പോകുക. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ ചോറ് വെക്കും. അങ്ങനെ ഞങ്ങൾക്ക് എന്താ പറയുക, ചോറൊക്കെ വെച്ച് ചീനും. പിന്നെ കാക്കു വന്നപ്പം ചിക്കൻ കൊടുത്തീനല്ലോ. അപ്പോൾ ഞാൻ ആ ചിക്കൻ കറി ഉച്ചക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കാക്കുവിന് ഈ ചിക്കൻ കൊടുന്നു കഴിഞ്ഞാൽ പിന്നെ ചിക്കനോ ബീഫൊക്കെ ഉണ്ടായ ഉച്ചക്ക് എന്തായാലും ഒരു നെയ്ച്ചോറ് അത് മസ്റ്റാണ് കേട്ടോ. അപ്പം കാക്കുവിന് മാത്രം കുറച്ച് നെയ്ച്ചോറാക്കി വെച്ച് കൊടുക്കണം. പിന്നെ ബിരിയാണിയൊന്നും കാക്കുവിന് വലിയ താല്പര്യമില്ല. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ചോറൊക്കെ ആയതല്ലേ. പിന്നെ ആർക്കും അത് നെയ്ച്ചോറ് എല്ലാവർക്കും കൂടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെച്ച് കഴിഞ്ഞാൽ സാധാ ചോറ് നമ്മൾ വേസ്റ്റ് ആക്കണ്ടേ. അപ്പോൾ അത് വിചാരിച്ച് കാക്കൂര് മാത്രം കുറച്ച് നെയ്ച്ചോറും വെക്കണം. അതൊക്കെയാണ് ഇപ്പം ഉച്ചക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചത്. പിന്നെ ഇത് കഴിഞ്ഞതാ അന്ന് മോളെയും കൊണ്ട് കോളേജിൽ പോകാനൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് തിരക്കുള്ള ദിവസം കൂടിയാണെന്ന്. പിന്നെ കിച്ചണിലെ ക്ലീനിങ്ങും കാര്യം കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളെ കാക്കു വന്നപ്പോൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ കൊടുത്തിരുന്നു കേട്ടോ ചിക്കൻ്റെ കൂടെ. അതെന്തൊക്കെയാണ് വേണ്ടിയെന്ന് ചോദിക്കും വരുമ്പോഴത്തേന്. അപ്പം ചില സാധനം പറയും എനിക്ക് ഓർമ്മ ഉണ്ടാവും, ചിലത് പറയും ഓർമ്മ ഉണ്ടല്ലോ. അപ്പം കാക്കുവിൻ്റെ ഓർമ്മക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയതാണ്. അപ്പം ഞാനിതൊക്കെ ഒന്ന് ഫ്രിഡ്ജിക്ക് എടുത്ത് വെക്കുകയാണ്. The wind hums songs at the break of day, whispering pines, secrets untold, carrying tales only the forest holds. Moonlight spills through the velvet dark, etching patterns, leaving its mark. The roots stretch deep, the earth's gentle sigh, a lullaby sung to the open sky. അങ്ങനെ ഇതാ ഞാൻ ആദ്യം തന്നെ നെയ്ച്ചോറ് വെച്ചു. അതിൻ്റെ ശേഷം ചിക്കൻക്കില്ല സവാളയും തക്കാളി ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ട്. അതിൻ്റെ ശേഷമാണ് തുടക്കണത് കേട്ടോ. അപ്പോൾ തുടക്കൽ കഴിഞ്ഞിട്ട് എനിക്ക് കുളി കഴിഞ്ഞിട്ട് വേണം ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ പോവുക കേട്ടോ കോളേജിക്ക്. അപ്പോൾ എന്താ വെച്ചാണെങ്കിൽ നമ്മൾ ഈ +2 കഴിഞ്ഞാൽ മക്കൾക്ക് എന്ത് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ ആവുമല്ലോ. അപ്പം എന്താണെന്ന് വിചാരിച്ച് കുറച്ച് എന്താ പറയുക
മോളിങ്ങനെ ഒക്കെ ഭയങ്കര കൺഫ്യൂഷനായി, എന്താ കോഴ്സ് എടുത്ത് പഠിക്കുക അങ്ങനെയല്ല, എന്താ പറയുക, ഒരു കൺഫ്യൂഷനായി കേട്ടോ. അപ്പോൾ പെട്ടെന്നാണ് ഇപ്പോൾ ഡിഗ്രിക്ക് പോകണം എന്നുള്ളൊരു മൂഡ് വന്നത്. അപ്പം ഞങ്ങൾ ചോറൊക്കെ തിന്നീൻ്റെ ചോറൊന്ന് റെഡിയായി, ഇതാ ബസ് കയറാൻ വന്നേക്കണം. വന്ന പാടെ നമുക്ക് ബസ്സും കിട്ടിയിട്ടോ. അങ്ങനെ ഇതാ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. Under the boughs where the shadows play, the wind hums songs at the break of day, whispering pines, secrets untold, carrying tales only the forest holds. Moonlight spills through the velvet dark, etching patterns, leaving its mark. The roots stretch deep, the earth's gentle. അപ്പം ഞങ്ങളിതാ കോളേജിൻ്റെ മുറ്റത്തെത്തിക്കണം. അപ്പോൾ നല്ല അടിപൊളി ഒരു സ്ഥലം കേട്ടോ. അപ്പോൾ എനിക്കിവിടെ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടോ, ഇതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നല്ലൊരു അടിപൊളി, എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ കോളേജിലെത്തി, പ്രിൻസിപ്പളെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഏകദേശം റെഡിയായ മട്ടന്നെയാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്.